ചന്ദ്രയാൻ 3 വൻ വിജയമായതിനു പിന്നാലെ പുതിയ ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് ISRO. ചന്ദ്രയാൻ 3 ചാന്ദ്ര ദൗത്യമായിരുന്നുവെങ്കിൽ അടുത്തത് സൂര്യനിലേക്കുള്ള ദൗത്യമാണ് ലോഞ്ചിങ്ങിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രയാൻ 3ന്റെ വിജയത്തിന് അടുത്ത ആഴ്ചകളിൽ തന്നെയാണ് ISRO ചരിത്രപരമായ മറ്റൊരു ലോഞ്ചിങ്ങിന് തയ്യാറെടുക്കുന്നത്. സൂര്യനെ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദിത്യ L1 എന്ന പേടകമാണ് വിക്ഷേപിക്കുന്നത്. സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ലോഞ്ചിങ് നടക്കുമെന്നാണ് ISROയുടെ പ്രതീക്ഷ. സൂര്യനിലെ കൊറോണയെ വിദൂരതയിൽ നിന്ന് നിരീക്ഷിക്കുന്നതിനുള്ളതാണ് ഈ പേടകം. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1ലെ സൗര കൊടുങ്കാറ്റുകളെ നിരീക്ഷിക്കുന്നതിനും ഇവ സഹായിക്കും. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലാഗ്രാഞ്ചിയൻ പോയിന്റായി അറിയപ്പെടുന്ന L1ലെ ഹാലോ ഭ്രമണപഥത്തിലേക്കാണ് ഈ പേടകം വിക്ഷേപിച്ചെത്തുക. പേലോഡ് ഘടിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ എത്തിച്ച ആദ്യത്തെ L ഉപഗ്രഹത്തിൽ പേലോഡ് ഘടിപ്പിക്കുന്ന ജോലികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ഈ വിക്ഷേപണം വളരെ നിർണായകമാണ്. സൂര്യനെ കുറിച്ചുള്ള പഠനങ്ങളുടെ കാര്യത്തിൽ പല രാജ്യങ്ങളും പ്രാഥമിക ഘട്ടത്തിലാണ്. അവിടേക്കാണ് ഇന്ത്യ കൂടി എത്തുന്നത്. സൂര്യന്റെ കൊറോണ, സൗര കൊടുങ്കാറ്റ്, സൗര അന്തരീക്ഷം തുടങ്ങിയവയെ കുറിച്ച് പഠിക്കാനുള്ള 7 പേലോഡുകൾ 4 സൂര്യനെ കുറിച്ച് നേരിട്ട് പഠനം നടത്തും. ബാക്കിയുള്ളവയാണ് L1 ഓർബിറ്റിനെ കുറിച്ച് പഠിക്കുക. സൂര്യനെ കുറിച്ച് പഠനത്തിനായി ISRO വിക്ഷേപിക്കാൻ പോകുന്ന ആദ്യത്തെ മിഷനായി ഇത് മാറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് അതുകൊണ്ട് ഈ ദൗത്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, പുറംപാളികളായ കൊറോണ എന്നിവയെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് ആദിത്യ L1 മിസൈൽ. വിക്ഷേപണത്തിന് റോക്കറ്റ് സജ്ജമാണ്. ഇനി ഉപഗ്രഹം ഘടിപ്പിച്ച ശേഷം ഇതിനെ വിക്ഷേപണ തറയിലേക്ക് എത്തിക്കുക മാത്രമാണ് ബാക്കി. PSLV റോക്കറ്റ് ഉപഗ്രഹത്തെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിക്കുക. അവിടെ നിന്ന് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ചുറ്റി ഉപഗ്രഹത്തിലെ പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച് ക്രമേണ ഭൂമിയുടെ ആകർഷണ വലയം ഭേദിക്കും. 4 മാസം കൊണ്ടാണ് ലാഗ്രാഞ്ച് പോയിന്റിലേക്ക് ഉപഗ്രഹം എത്തുക. അവിടെ തടസ്സങ്ങളില്ലാതെ സൂര്യനെ നിരീക്ഷിക്കാനാവും. UV പേലോഡാണ് ഇതിനായി ഉപയോഗിക്കുക. തീജാലകളെ പഠിക്കാൻ എക്സ്റേ പേലോഡുകളും ഉപയോഗിക്കും. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.